സംസ്ഥാനത്ത് ഈ മാസം സർക്കാർ ജീവനക്കാരുടെ കൂട്ടവിരമിക്കൽ 20,000-ഓളം ജീവനക്കാർക്ക് വേണ്ടി കണ്ടെത്തേണ്ടത് 7,000 കോടി രൂപയാണ്. ഇതുകൂടാതെ മാസശമ്പളവും പെൻഷനും വേണ്ടിവരുന്നത് കോടികൾ വേറെ. കേന്ദ്ര സർക്കാരുമായുള്ള കേസിൽ സുപ്രീം കോടതിയിൽ തിരിച്ചടി നേരിട്ടാൽ കേരളം വമ്പൻ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങും. ജനം എക്സ്ക്ലൂസീവ്. ഈ മാസം 31-ന് 20,000-ഓളം സർക്കാർ ജീവനക്കാരാണ് ഒറ്റയടിക്ക് സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. ഇവരുടെ ആനുകൂല്യങ്ങൾ കൊടുത്തു തീർക്കാൻ മാത്രം 7,000 കോടി രൂപയെങ്കിലും കണ്ടെത്തേണ്ട അവസ്ഥയിലാണ് സംസ്ഥാന സർക്കാർ. ഇതിനൊപ്പം മെയ് മാസത്തെ ശമ്പളം, പെൻഷൻ എന്നിവ കൊടുത്തു തീർക്കാനും കോടികൾ വേറെ വേണം. കേന്ദ്ര സർക്കാരുമായുള്ള കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടായില്ല എങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി അതീവ ഗുരുതരമാകും. വിധി അനുകൂലമായാൽ കൂടുതൽ കടം വാങ്ങി വൈതരണി മറികടക്കാം എന്നാണ് സർക്കാർ പ്രതീക്ഷ. ജൂൺ 4-ന് വോട്ടെണ്ണുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ പ്രശ്നങ്ങൾ വീണ്ടും സങ്കീർണമാകുമെന്നും ഇടത് സർക്കാർ ഭയപ്പെടുന്നുണ്ട്. കഴിഞ്ഞ വർഷം മെയ്യിൽ സർവീസിൽ നിന്ന് പടിയിറങ്ങിയത് 11,800 ജീവനക്കാരായിരുന്നു. ഇതാണ് ഇത്തവണ ഇരട്ടിയോളം വർദ്ധിച്ചത്. ഇനി ഏറ്റവും കൂടുതൽ ജീവനക്കാർ വിരമിക്കുന്നത് 2026-27 സാമ്പത്തിക വർഷത്തിലാണ്. 24,000-ഓളം പേരാണ് അന്ന് സർവീസിൽ നിന്ന് പടിയിറങ്ങുക. മുൻ വർഷങ്ങളിലെ പോലെ വിരമിക്കുന്നവരുടെ ആനുകൂല്യങ്ങൾ ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കാമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കുന്നത് സർക്കാർ ജീവനക്കാരുടെ അതൃപ്തിക്ക് കാരണമാകുമെന്നും LDF-ന് നന്നായി അറിയാം. തൽക്കാലം ഒരു തെരഞ്ഞെടുപ്പില്ലാത്തതിനാൽ വലിയ തിരിച്ചടി ഉടൻ ഉണ്ടാകില്ല എന്ന ആശ്വാസമാണ് ഇടത് സർക്കാരിനുള്ളത്. ജനം, തിരുവനന്തപുരം.